ആലുവയിൽ നിന്ന് ആതിരപ്പള്ളിയിലേക്ക്. ആലുവയിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കും ആതിരപ്പള്ളിയിലേക്ക്. പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ എണ്ണപ്പനകൾ കാണാം. റോഡൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. പണ്ട് റോഡ് വളരെ മോശമായിരുന്നു. ഇപ്പോൾ ഈ യാത്രയിൽ ഒരു 3 കിലോമീറ്റർ മാത്രമേ പ്രശ്നമുള്ളൂ. ഇത് നമ്മുടെ കൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് യാത്ര മുഴുവനും. യാത്രയും രസമായിരുന്നു. ഞാൻ ഈ വഴിക്കൊക്കെ സ്ഥിരം പോയിക്കൊണ്ടിരുന്നതായിരുന്നു പണ്ട്. കാരണം ഈ ഒരു വഴി എനിക്കൊരു ഹരം പിടിച്ചൊരു വഴിയാണ്. നമുക്ക് പോകുമ്പോൾ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ നമ്പറും പേരൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെയും പോകുമ്പോൾ പിന്നെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ വഴിക്ക് മൂന്നാറും പോവാം നേരെ പോവുകയാണെങ്കിൽ. അല്ലെങ്കിൽ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ആതിരപ്പള്ളി പോവാം. അങ്ങനെയാണ്. ഈ പോകുന്ന വഴിയാണ് ഏഴാറ്റുമുഖം എന്നുള്ള പ്രസിദ്ധമായ സ്ഥലം. നമ്മളപ്പോൾ അങ്ങോട്ടേക്കുള്ള കവാടത്തിലെത്തിയിരിക്കുകയാണ്. പ്രകൃതി രമണീയായ ഏഴാറ്റുമുഖം ഗ്രാമത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഞാൻ പലതവണ വന്നിട്ടുണ്ട്. കുറേ കാലം ഇപ്പോൾ വരാറില്ല ഇവിടെ. ഇന്ന് രാവിലെ ചെറിയൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇപ്പോൾ ഇത്തിരി കൂളുണ്ട്. പിന്നെ പോരുന്ന വഴിക്ക് നമുക്ക് എണ്ണപ്പനത്തോട്ടമൊക്കെ കണ്ടായിരുന്നല്ലോ. ആ എണ്ണപ്പനത്തോട്ടത്തിൽ വന്ന് ഇവിടെ എത്തി. നമ്മൾ കണ്ട പോലെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ ഇനി ആതിരപ്പള്ളിക്ക് പോണ വഴിക്ക് വഴി മോശമാണെന്ന് കേട്ടു. അത് കണ്ടു പിന്നെ കുഴപ്പമില്ലെന്ന് കേട്ടെ. ആതിരപ്പള്ളിക്ക് ഇന്ന് കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഈ ഏഴാറ്റുമുഖത്ത് ഇന്നിപ്പോൾ പുഴയിലിറങ്ങാൻ സമ്മതിക്കില്ല. തൂക്കുപാലത്തിൽ പോവാം. സീനിയർ സിറ്റിസണ് ഇത്തിരി റേറ്റ് കുറവുണ്ട്, വില കുറവുണ്ട്. ടിക്കറ്റ് കുറവുണ്ട്. പിന്നെ കാർ പാർക്കിന് ചാർജ് ഉണ്ട്. എല്ലാം കൂടി ഞങ്ങൾക്കൊരു 4-5 പേരൊക്കെ വന്നപ്പോൾ ഒരു 110 രൂപ ആയിട്ടുള്ളൂ. ശേഷം നമുക്ക് കാഴ്ചയിലേക്ക് പോവാം. ഇതാണ് ആ കാഴ്ച. ടോയ്ലറ്റൊക്കെ വളരെ നീറ്റായിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. 5 രൂപ കൊടുക്കണം എന്ന് മാത്രം. പാർക്കിംഗ് ഏരിയ ഉണ്ട്. എല്ലാം ടിക്കറ്റിൽ ഉൾപ്പെടുന്നുണ്ട്. ടോയ്ലറ്റിൻ്റെ കാശ് നമ്മൾ വേറെ കൊടുക്കുന്നതേ ഉള്ളൂ. കുരങ്ങന്മാർ ഇഷ്ടം പോലെ എൻ്റെ മുകളിൽ കിടന്ന് നടക്കുന്നുണ്ട്. മരങ്ങളിലൊക്കെ കുരങ്ങന്മാർ ചാടിച്ച് നടക്കണം നമുക്ക് കാണാം. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നമുക്ക് കുറച്ച് നടന്ന് പോകണം. ഇവിടെ ഒരു ക്യാൻറ്റീൻ പോലത്തെ ഏരിയ ഉണ്ടായിരുന്നു. ഇന്നത് പൂട്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ ചിൽഡ്രൻസ് പാർക്കുണ്ട് ഇവിടെ. ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ പുഴ കാണാൻ പറ്റും. ഇത് മലയാറ്റൂരിൽ നിന്ന് വരുന്ന പുഴയാണ്. പെരിയാർ പുഴ തന്നെയാണ് ഇതെല്ലാം. ഇവിടെ എത്തുമ്പോൾ ചാലക്കുടി പുഴ എന്ന് നമ്മളെ പേരിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം. അങ്ങനെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ആ ഒരു വഴിയൊക്കെ നമ്മൾ ഇറങ്ങി ആ പുഴയുടെ അടുത്തേക്ക് എത്തി. പുഴയിൽ അത്യാവശ്യം വെള്ളമുണ്ട്. ഈ വെള്ളം തന്നെ വളരെ ധാരാളമാണ്. കാരണം അടിയൊഴുക്ക് ധാരാളമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതെല്ലാം. പുറത്തുനിന്ന് കാണില്ലെന്നേ ഉള്ളൂ. ഇവിടെ വെള്ളം കുറച്ച് ബണ്ട് പോലെ കെട്ടി ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു മരത്തിൻ്റെ മുകളിൽ ഏറുമാടം ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല. പൊതുവെ നമ്മുടെ നാട്ടിലുള്ള മരങ്ങളുടെ ഏറുമാടങ്ങൾ കാണാൻ മാത്രമേ പറ്റുള്ളൂ, കയറാൻ പറ്റില്ല. കാരണം മെയിൻ്റനൻസ് ഉള്ള പരിപാടി ഇല്ലല്ലോ. ടൂറിസ്റ്റ് കേന്ദ്രം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള അലിഖിത നിയമം ഇവിടെയും പാലിക്കുന്നുണ്ട്. മെയിൻ്റനൻസ് പാടില്ല എന്നുള്ളത്. എല്ലാം കാണാം. വെള്ളം ഒഴുകിപ്പോകുന്നത് കാണാൻ പറ്റും. ഈ വെള്ളത്തിൻ്റെ ഇങ്ങനെ ഒഴുക്ക് കാണാൻ നല്ല രസമുണ്ട്. കാണാൻ രസമുണ്ടെന്നാണ്. പുറത്തേക്ക് ഇറങ്ങിയ ഉള്ളിലേക്ക് ഇറങ്ങിയ വലിയ രസമൊന്നും ഉണ്ടാവില്ല. മുകളിലുള്ള തൂക്കുപാലമാണ് ഈ കാണുന്നത്. തൂക്കുപാലം കുറച്ച് കൊല്ലം മുമ്പ് പണിതൊരു സംഭവമാണ്. അതിന് മുമ്പ് ഞാൻ പലപ്പോഴും വന്നിട്ടുണ്ട്. തൂക്കുപാലം വന്നപ്പോൾ അതും ഒരു അട്രാക്ഷനായിട്ട് മാറി. ടിക്കറ്റ് റേറ്റുകൾ കൂട്ടാൻ പറ്റി. തൂക്കുപാലത്തിൻ്റെ തൊട്ടടിയിലാണ് നമുക്ക് ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു ബണ്ട് കെട്ടിക്കുന്നത് കാണാം. ഈ ബണ്ട് കെട്ടിയിട്ടിൻ്റെ അപ്പുറത്താണ് ശരിക്കും ഇപ്പോൾ പുഴ ഒഴുകുന്നത്. അങ്ങോട്ടേക്ക് ഇപ്പോൾ ഇറക്കുന്നില്ല. ശരിക്കും പണ്ട് ഞാനിവിടെ വന്നപ്പോൾ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വെള്ളം അപ്പുറത്ത് വന്നിട്ട് എന്നെ അവിടെ നിന്ന് രക്ഷിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഇവിടെ പെട്ടെന്ന് വെള്ളം വരും. മലയുടെ മുകളിൽ നിന്ന് വെള്ളം വന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോരും. അതുകൊണ്ട് ഡേഞ്ചേഴ്സ് ആണ്. നമുക്ക് കണ്ടാൽ മതി, ഇറങ്ങേണ്ട കാര്യമില്ല. ഈ വെള്ളം ശരിക്കും ആപത്ത് തന്നെയാണ്. വെള്ളത്തിൻ്റെ ഫോഴ്സ് നമ്മൾ പ്രവചിക്കുന്നതിൻ്റെ അപ്പുറത്താണ്. സോ ഇപ്പോൾ തൂക്കുപാലം അന്നുണ്ടായല്ലോ. ഇപ്പോൾ വന്ന സ്ഥിതിക്ക് ഇപ്പോൾ മുകളിൽ നിന്ന് പോയി തൂക്കുപാലത്തിൻ്റെ വ്യൂ ഒന്ന് കാണാം. തൂക്കുപാലത്തേക്കുള്ള വഴി ഇവിടെ തുടങ്ങിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വഴിക്ക് പോയി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിലുള്ള അതേ തൂക്കുപാലം അതേപോലെ തന്നെ ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ് അത്ഭുതം. തൂക്കുപാലത്തിന് മെയിൻ്റനൻസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇതിങ്ങനെ നിൽക്കാൻ പറ്റില്ല. തൂക്കുപാലം ചെറുതായിട്ടൊരു ആട്ടമുണ്ട്. ഇഞ്ചിത്തൊട്ടി എന്ന സ്ഥലത്ത് നമ്മൾ ഇതുപോലെ തൂക്കുപാലം കണ്ടിട്ടുണ്ട്. അതിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ആട്ടമേ ഉള്ളൂ, എന്നാലും നമുക്ക് സഹിക്കാവുന്നൊരാട്ടമാണ്. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് നമുക്ക് പറയേണ്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം എന്തായാലും നമുക്ക് പുഴ നടന്ന്
ക്രോസ് ചെയ്യാൻ പറ്റില്ല. പണ്ട് പറ്റുമായിരുന്നു, ഇപ്പം അത് പറ്റില്ല. ഇപ്പം നമുക്ക് ഇപ്പോഴും നടന്നു തന്നെയാണ്, പക്ഷേ ആകാശത്തിലൂടെ നടന്നാണെന്ന് മാത്രം. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇതിൽ കാണാൻ അടിപൊളിയാണ്. പുഴ ഇങ്ങനെ കുത്തി ഒഴുകി പോകുന്നത് കാണാൻ അതിമനോഹരം തന്നെയാണ്. ധാരാളം ആളുകൾ ഇന്ന് വന്നിട്ടുണ്ട്. അടിയിലേക്ക് നോക്കുമ്പോൾ ആരെയും കാണില്ല, പക്ഷെ മിക്കവരും തൂക്കുപാലത്ത് തന്നെയാണ്. ഈ അവധി ദിവസങ്ങൾ മനോഹരമാക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ കുറച്ച് പേരെങ്കിലും ഇങ്ങനെ പോകുന്നുണ്ടെന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അധികം പേര് ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് കണ്ടത്. മലയാളീസ് വളരെ കുറവായിട്ടാണ് കണ്ടത്. ഇവിടെ ആയാലും ശരി, ആതിരപ്പള്ളി ആയാലും ശരി, തമിഴന്മാരാണ് കേരളത്തിലധികം ലോക്കൽ ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളായിട്ട് വരുന്നതെന്നാണ് ഞാൻ പല യാത്രകളിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ തൂക്കുപാലം ചെന്ന് തീരുന്നത് തുമ്പോർ മൊഴി ഡാമിൻ്റെ ഒരു പാർക്കുണ്ട്, അങ്ങോട്ടാണ്. അങ്ങോട്ട് കയറാൻ പിന്നെയും ഒരു ടിക്കറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. 2 ടിക്കറ്റാണ്. ഇവിടെ ഒരാളിങ്ങനെ ആരോ കാത്തിരിപ്പുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ആതിരപ്പള്ളിയിലേക്ക് വച്ച് പിടിക്കുകയുണ്ടായത്. പോകുന്ന വഴിക്ക് സിൽവർ സ്റ്റോം എന്നുള്ള തീം പാർക്ക് കണ്ടു. തൊട്ടടുത്ത് ഞങ്ങൾ കയറി ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിച്ചു. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം പണ്ടിവിടെ വന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ കല്ലൊക്കെ പാകി വഴിയുണ്ട്. 5 പേർക്ക് 300 രൂപയാണ്. എങ്ങനെയാണ് പോയി കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഇവിടെ ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. ഇവിടെയും തമിഴന്മാരാണ് കൂടുതൽ. പോകുന്ന വഴിക്ക് നടുക്ക് കൂടെ കോൺക്രീറ്റ് മാത്രം ചെയ്തിട്ട് ഒരു റെയിൽവേ പാളം പോലെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഭാവിയിലോ വല്ലോ ട്രെയിൻ ഓടിക്കാനാണോ എന്നെനിക്ക് ഡൗട്ടുണ്ട്. ഈ വഴിയുടെ നടുഭാഗത്ത് അങ്ങനെയാണ് ഒരു റെയിൽവേ പാളം പോലെ വച്ചിട്ടുണ്ട്. ഉദ്ദേശം അതായിരിക്കാം. അത് പണ്ടെങ്ങനെ തുടങ്ങിയിട്ട് വേണ്ടെന്ന് വെച്ചാണോ എന്താ എനിക്കറിയില്ല. ഇനി നടന്നു പോകാനുള്ള സ്ഥലമൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. പണ്ടിവിടെ വന്നപ്പോൾ ഇങ്ങനെ വഴി പോലും മര്യാദയ്ക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ അതുകൊണ്ട് അതനുസരിച്ചിട്ട് ടിക്കറ്റ് അവർ കൂട്ടിയിട്ടുണ്ട്. പുണ്യപാത സ്മരണ എന്ന് കാണിച്ചത് മാത്രം. ഇവിടെ നിന്ന് പാറക്കെട്ട് തുടങ്ങി അടിയിലേക്ക് പുഴയാണ്. ആളുകളുടെ ഇന്ന് അയ്യര് കളി എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ ആളുകൾ വന്നിട്ടുണ്ട് ഇവിടെ. എല്ലാവരും ആതിരപ്പള്ളിക്ക് വന്നേക്കണം. ഏറ്റവും കൂടുതൽ അത്ര ആൾക്കാർ ഞാൻ കാണുന്നില്ല. പക്ഷേ ഇവിടെ ആൾക്കാർ വന്നിങ്ങനെ വെറുതെ വന്നിരിക്കുകയാണ്. കാരണം പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, നല്ല ഒഴുക്കാണ്. ഇന്ന് വെള്ളച്ചാട്ടം ഇവിടെ നേരെ വന്നാൽ കാണാൻ പറ്റില്ല. റൈറ്റ് സൈഡിലേക്ക് പോയാലേ കാണാൻ പറ്റും. ഈ വെയിലത്ത് ഈ പാറയിൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം നോക്കിയിട്ടൊന്നും കാണാനില്ലല്ലോ. അടുത്തിടെ അങ്ങനെ ആയിരിക്കും. വെള്ളച്ചാട്ടം പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടില്ല, പിന്നെ കുറച്ച് നോക്കിയപ്പോൾ കണ്ടു. നമുക്കിപ്പോൾ കാണാം. ഇതാണ്ട് ആ റൈറ്റ് സൈഡിൽ അടിയിലേക്ക് പോകുന്നതാണ് വെള്ളച്ചാട്ടം. വെള്ളം കുറവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ടിങ്ങനെ ആയിരുന്നില്ല. ഈ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്നെ ഡൈവേർട്ട് ചെയ്ത് റൈറ്റ് കൂടെ പോയി കഴിഞ്ഞാൽ അടിയിലേക്ക് പോകാമായിരുന്നു. വെള്ളച്ചാട്ടം നമുക്ക് മുമ്പിൽ നിന്ന് കാണാമായിരുന്നു. ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ പോയി കാണാൻ സമയമില്ലാത്ത കാരണം പോയില്ല. ഇതാണ് ആ വെള്ളച്ചാട്ടം. ഇവിടെ വെച്ച് പല സിനിമകളുടെയും ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. ഈ ആതിരപ്പള്ളി വാട്ടർഫാൾസ് എന്ന് പറഞ്ഞ് പേര് വലുതായി പോയാറാണ്, ഈ സിനിമയൊക്കെ വന്ന് ഷൂട്ട് ചെയ്താറാണ് ഇത്ര ആളുകൾ ഇവിടെ എന്തോ ഒക്കെ ചക്കര കിട്ടുന്നിടത്തുകൊണ്ട് ഓടി വരുന്നത്. പിന്നെ ഒരു ഔട്ടിങ് ഇങ്ങനെ വെറുതെ വന്നിങ്ങനെ ഇരിക്കാം. പക്ഷേ ഭയങ്കര ആളാണ് പുറത്ത്. കാറുകൾ പാർക്ക് ചെയ്യാനൊക്കെ പറ്റാത്തൊരവസ്ഥയാണ്. റോഡിൻ്റെ ഒരു വശം മാത്രമാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നടന്ന് വന്നാൽ അവിടെ നിന്ന് പാർക്കിങ്ങിൽ നിന്ന് തന്നെ കുറേ നടക്കാനുണ്ട്. കാരണം അത്രയും നീളത്തിലായിരിക്കും കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഞായറാഴ്ച വന്നാൽ ഇതായിരിക്കും അവസ്ഥ. അല്ലാത്ത ഇട ദിവസങ്ങൾ വന്നാൽ എനിക്ക് വന്നാൽ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇവിടെ എത്താൻ പറ്റും. ആൾക്കാരും കുറവായിരിക്കും. പാർക്കിംഗ് എളുപ്പമാവാനാണ് സാധ്യത. അങ്ങനെ ആതിരപ്പള്ളി എത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ വാഴച്ചാലാണ്. വാഴച്ചാലിൽ പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ഉണ്ടാവില്ല, ഇങ്ങനെ കുറച്ച് പാറകൾ വെള്ളം പോകണേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ അത് നല്ല ഒഴുക്കുള്ളതാണ്. അതുകൊണ്ട് അവിടെ കുറേ മരണങ്ങൾ സംഭവിക്കാറുണ്ട്. സോ ഇന്ന് വലിയ മഴയൊന്നും ഇല്ലാത്ത കാരണം പ്രകൃതിയെ കൊള്ളാം. പയ്യെ തിരിച്ചു പോയാലെന്ന് ആലോചിക്കുകയാണ്.